ഹലോ കുട്ടികളെ, നമസ്കാരം. എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC മോഡൽ പരീക്ഷയ്ക്ക് ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 15 തീയതി വ്യാഴാഴ്ചയാണ്. ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി. 19 തീയതി നിങ്ങൾക്ക് മോഡൽ പരീക്ഷ ആരംഭിക്കും. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു എഫക്റ്റീവായ കാര്യം എഫക്റ്റീവായിട്ട് എങ്ങനെ നിങ്ങൾക്കത് പഠിച്ചെടുത്ത് മാർക്കിലേക്ക് എത്തിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ മോഡൽ പരീക്ഷയുടെ സമയത്തും മെയിൻ എക്സാമിൻ്റെ സമയത്തും അത് കഴിഞ്ഞ് SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടും +1 അഡ്മിഷൻ ബന്ധപ്പെട്ടും ഒക്കെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട 20 ചോദ്യങ്ങൾ, ടോപ്പ് 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇനി നേരെ കാര്യത്തിലേക്ക് കടക്കാം. മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മോഡൽ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. നിങ്ങളിൽ പലരും കരുതും മോഡൽ പരീക്ഷയുടെ ആൻസർ പേപ്പർ കിട്ടും, ശരിയാണ് എന്ന് വെച്ച് വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ, അത് കഴിഞ്ഞാൽ മെയിൻ എക്സാമാണ്, അതിലേക്കല്ല എല്ലാവരുടെയും ഫോക്കസ് പോകുക എന്നൊക്കെയാണ്. പക്ഷേ മോഡൽ പരീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനർത്ഥത്തിൽ ഫൈനൽ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് മോഡൽ പരീക്ഷ എന്ന് പറയുന്നത്. കാരണം ഓരോ സബ്ജക്റ്റും മോഡൽ പരീക്ഷയോട് കൂടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണയിലെത്താൻ കഴിയും. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഏത് സബ്ജക്റ്റ് എനിക്ക് A+ലേക്ക് എത്താൻ കഴിയും, ഈ സബ്ജക്റ്റ് A+ എത്താൻ എനിക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു പരീക്ഷയാണ് മോഡൽ പരീക്ഷ. അത് കൃത്യമായിട്ട് വ്യക്തമാവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ നന്നായി റിവിഷൻ ചെയ്ത് കഴിഞ്ഞ കുട്ടികളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു പ്ലാൻ വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റും ഒന്നുകൂടി റിവൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്താൽ മതി. ബാക്കി ഒരു വിഭാഗം കുട്ടികളുണ്ടല്ലോ, ഇപ്പോഴും റിവിഷൻ പൂർത്തിയാവാത്ത കുട്ടികൾ, അവർ പല സബ്ജക്റ്റുകളും റിവിഷൻ പൂർത്തിയാക്കി ഉണ്ടാവില്ല, ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കാനുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളോടാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അവർ ചെയ്യേണ്ട കാര്യം, അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റും പറ്റാവുന്നത്ര പഠിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചില സബ്ജക്റ്റുകൾ പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതുകയാണോ വേണ്ടത്? ഈ ഒരു ചോദ്യം മനസ്സിലാവും. അതിൻ്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതാൻ നോക്കുകയല്ല, മറിച്ച് ചില സബ്ജക്റ്റുകൾ പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതാൻ നോക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ചില സബ്ജക്റ്റുകൾ എളുപ്പമായിരിക്കും, ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ചില സബ്ജക്റ്റുകൾ A+ എത്താൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒന്നുകൂടി ഒന്ന് മനസ്സ് വെച്ചാൽ അല്ലെങ്കിൽ ഒരു തവണ ഒന്ന് വായിച്ചാൽ എനിക്ക് A+ലേക്ക് എത്താൻ കഴിയും, അതിന് ഒരുപാട് തവണ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാം സബ്ജക്റ്റുകൾ ഉണ്ടാവും. ആ സബ്ജക്റ്റുകൾ നിങ്ങൾ ധൃതി പിടിച്ച് മോഡൽ പരീക്ഷയുടെ മുമ്പിൽ പഠിച്ചു തീർക്കണമെന്ന് ഞാൻ ഇനി നിർബന്ധം പറയുന്നില്ല. കാരണം നമുക്ക് സമയമില്ല. അതുകൊണ്ട് തൽക്കാലം ആ സബ്ജക്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് മോഡൽ പരീക്ഷയുടെ സമയത്ത് ഒന്നും കൂടി നോക്കി ജസ്റ്റ് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ മതി. കാരണം മോഡൽ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ആ സബ്ജക്റ്റ് ഒന്നും മനസ്സിരുത്തി പഠിച്ചാൽ, കാരണം നിങ്ങൾക്കത് ഫൈനൽ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റാണ്, എന്നാൽ ടഫുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല, ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചാൽ എനിക്ക് A+ലേക്ക് എത്താൻ കഴിയുമോ, ഇത് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ചില സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഈ മോഡൽ പരീക്ഷ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടഫുള്ള സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കുക. എളുപ്പമുള്ള സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ, ടഫുള്ള സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ബയോളജി നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് എന്ന് കരുതുക. ഉദാഹരണം മാത്രമാണ്. ബയോളജി വളരെ സിമ്പിളാണ് എന്ന് കരുതുക. ഫിസിക്സ് ടഫാണെന്നും കരുതുക. ബയോളജി നിങ്ങൾക്ക് ജസ്റ്റ് ഇനി ഒരു തവണ ജസ്റ്റ് മോഡൽ പരീക്ഷയ്ക്ക് ശേഷം നോക്കിയാലും എനിക്ക് A+ലേക്ക് എത്താൻ കഴിയുന്ന സബ്ജക്റ്റാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഫിസിക്സ് പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ടഫാണ്, നന്നായിട്ട് മെനക്കെട്ടാൽ എനിക്ക് A+ കിട്ടുമെന്ന് നിങ്ങൾ കരുതുക. ഈ രണ്ട് സബ്ജക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി, മോഡൽ പരീക്ഷ ബയോളജി വരുന്ന ദിവസം ബയോളജി മൊത്തം പഠിച്ചു തീർക്കാൻ നോക്കും, ഫിസിക്സ് വരുമ്പോഴേക്കും ഫിസിക്സ് മൊത്തം പഠിച്ചു തീർക്കാൻ നോക്കും. രണ്ടും പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയം ബയോളജിയേക്കാൾ ഫിസിക്സിന് കൊടുക്കുക. ഫിസിക്സ് പൂർണ്ണമായിട്ടും പഠിക്കാൻ നോക്കുക. ബയോളജി തീർന്നിട്ടില്ലെങ്കിലും അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, പിന്നെ പഠിക്കാം. കാരണം മോഡൽ കഴിഞ്ഞിട്ടും പഠിക്കാം. കാരണം നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റാണ്. ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയമെടുത്ത് പഠിക്കുക. ഫിസിക്സ് പൂർണ്ണമായിട്ടും മോഡൽ പരീക്ഷയ്ക്ക് മുമ്പേ പഠിച്ച് തീർക്കാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർത്തിട്ട് പരീക്ഷ എഴുതുക. അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ മാത്രമാണ് ആ സബ്ജക്റ്റിൽ, നിങ്ങൾക്ക് ടഫുള്ള സബ്ജക്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമുള്ള ഏരിയകൾ ഏതാണ്, എവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് പോകാൻ സാധ്യത എന്ന് നിങ്ങൾ തിരിച്ചറിയാനും പിന്നീടുള്ള സമയത്ത് അത് വീണ്ടും റിവൈസ് ചെയ്ത് തിരുത്താനും കഴിയുക. മറിച്ച് എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾ മൊത്തം പഠിച്ചു തീർത്താലും പരീക്ഷ നിങ്ങൾക്ക് ചിലപ്പോൾ ഈസിയായിട്ട് നിങ്ങൾ എഴുതും. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഈ മോഡൽ പരീക്ഷ കൊണ്ട് ഉണ്ടാവില്ല. അതേസമയം ടഫുള്ള സബ്ജക്റ്റ് കൂടുതൽ പഠിച്ചു തീർക്കാൻ, ഫുൾ പഠിച്ചു തീർത്ത് അതിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം തിരിച്ചറിയാനുള്ള അവസരമായിട്ട് മോഡൽ പരീക്ഷ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ
ആ സബ്ജക്റ്റ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. സോ അടുത്ത 3 ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും പഠിച്ച് തീർക്കുമെന്ന് ഉറപ്പിക്കേണ്ടതും നിങ്ങൾക്ക് A+ നഷ്ടപ്പെടും എന്ന് നിങ്ങൾ കരുതുന്ന സബ്ജക്റ്റുകളാണ്. എന്ന് വെച്ച് എളുപ്പമുള്ള തീരെ നോക്കേണ്ടതെന്നല്ല, പക്ഷേ കൂടുതൽ സമയമെടുത്ത് പഠിച്ച് തീർക്കാൻ അടുത്ത 3 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞു പിടിച്ച് പഠിച്ച് തീർക്കുകയാണ്. കാരണം അതിലെ പ്രശ്നങ്ങളാണ് ഇനി നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളത്. ഓക്കെ, ഈ രീതിയിൽ പഠിക്കുക. അടുത്ത 3 ദിവസം ടഫുള്ള സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കുക. എന്നിട്ട് പരീക്ഷിക്കുക. എളുപ്പമുള്ള സബ്ജക്റ്റുകൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ മോഡൽ പരീക്ഷയ്ക്ക് ഇനി നിങ്ങളത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.